റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. കൺസർവേറ്റീവ് പാർട്ടി മുൻ ചെയർമാൻ ആയിരുന്ന സർ ജെയ്ക് ബറി റീഫോം യുകെയിൽ ചേർന്നു. കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് റീഫോം യുകെയിലേക്ക് കൂറുമാറുന്ന ഏറ്റവും മുതിർന്ന നേതാവാണ് അദ്ദേഹം. ജെയ്ക് ബറി മുൻ പ്രധാനമന്ത്രിയായ ലിസ് ട്രസിന്റെയും ബോറിസ് ജോൺസന്റെയും അടുത്ത അനുയായിയായിട്ടാണ് അറിയപ്പെടുന്നത്. തന്റെ പാർട്ടി ബ്രിട്ടീഷ് ജനതയെ ഉപേക്ഷിച്ചുവെന്നും റീഫോം യുകെ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നത് കാണുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ജെയ്ക് ബറി പറഞ്ഞു. കഴിഞ്ഞ 20 വർഷത്തിനിടെ കൺസർവേറ്റീവുകളും ലേബറും ചേർന്ന് രാജ്യത്തെ നശിപ്പിച്ചതായുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ലേബർ പാർട്ടിക്കും കൺസർവേറ്റീവ് പാർട്ടിക്കും കനത്ത തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജെയ്ക് ബറി 25 വർഷമായി കൺസർവേറ്റീവ് പാർട്ടി മെമ്പറും 14 വർഷ MP-യുമാണ്. തെറ്റിദ്ധാരണയുടെ പുറത്ത് യുകെയിൽ നടന്ന അഴിമതി വിവാദത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. തെറ്റായ സോഫ്റ്റ്വെയറിൽ നിന്നുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നൂറുകണക്കിന് ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്ത് പോസ്റ്റ് ഓഫീസ് ഹൊറൈസൺ അഴിമതി. യുകെയിലെ ഏറ്റവും വലിയ നീതി ലംഘനമാണിത്. തെറ്റുകളൊന്നും ചെയ്യാതെ ആരോപണ വിധേയരായതിന്റെ മനോവിഷമത്തിൽ 13 പേർ ജീവനൊടുക്കിയെന്നാണ് കണ്ടെത്തൽ. അഴിമതിയുടെ വാർത്തകൾ പുറത്തുവന്നത് പൊതുജനരോഷത്തിന് കാരണമായിരുന്നു. 1999-നും 2015-നും ഇടയിലാണ് 1000-ഓളം ബ്രാഞ്ച് മാനേജർമാർ തെറ്റായി പ്രതിചേർക്കപ്പെട്ടത്. ഇതിൽ പലരും കടക്കണിയിൽ ആവുകയും ചെയ്തു. സംഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം ജൂലൈ 8 ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ചു. ബർമിംഗ്ഹാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബീൻ പണിമുടക്ക് അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. സിറ്റി കൌൺസിൽ നേതാവ് ജോൺ കോട്ടൺ ചർച്ചകളിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. മെയ് മുതൽ ചർച്ചകൾ നടന്നുവരികയായിരുന്നു. കൌൺസിലിംഗ് വാഗ്ദാനം ചെയ്യുവാൻ സാധിക്കുന്നതിന്റെ പരമാവധി പരിധിയിലെത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരിയിൽ ബീൻ ശേഖരണ തൊഴിലാളികൾ വ്യാവസായിക സമരം ആരംഭിച്ചിരിക്കുകയായിരുന്നു. മാർച്ചോടെ ഇവർ പൂർണ്ണമായും പണിമുടക്കാൻ ആരംഭിച്ചു. ഇതിന് പിന്നാലെ നഗരത്തിലുടനീളം വലിയ മാലിന്യ കൂമ്പാരങ്ങളാണ് അടിഞ്ഞുകൂടിയത്. വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫീസർ തസ്തികകൾ നീക്കം ചെയ്യുവാനുള്ള കൌൺസിലിന്റെ പദ്ധതികളെ യൂണിയൻ എതിർത്തതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചത്. കൌൺസിലിന്റെ പുതിയ തീരുമാനം നടപ്പിലാക്കുവാൻ 170 തൊഴിലാളികൾക്ക് പ്രതിവർഷം 8,000 പൗണ്ട് വരെ നഷ്ടപ്പെടുമെന്ന് യൂണിയൻ അവകാശപ്പെടുന്നു. ടെക്സസിൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നതിന് നാസയുടെ അത്യാധുനിക വിമാനങ്ങൾ രംഗത്ത്. ദുരിതബാധിത പ്രദേശത്ത് നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയാണ് ഈ വിമാനങ്ങളുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയം വ്യാപക നാശനഷ്ടങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. 119 പേരുടെ ജീവൻ അപഹരിക്കുകയും 200 പേരോളം കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നാസ പ്രധാനമായി 2 വിമാനങ്ങളാണ് ടെക്സസിലേക്ക് അയച്ചിരിക്കുന്നത്. അതിലൊന്ന് WB-57 ഹൈ ആൾട്ടിറ്റ്യൂഡ് എയർക്രാഫ്റ്റ് ആണ്. ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഡൈനാമിക് സെൻസറിന് നദിയുടെയും സമീപ പ്രദേശങ്ങളുടെയും അതിസൂക്ഷ്മമായ ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയും. ഇനി നാട്ടിലെ വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ഡി വിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുവാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മകൻ നവനീതിന് സർക്കാർ ജോലി നൽകുവാനും തീരുമാനമായി. ജൂലൈ 3-നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴക്കം ചെന്ന കെട്ടിടം തകർന്നു വീണത്. അങ്ങനെ ഉമ്മൻകുന്നുമേ 10 കുന്നുമേൽ ബിന്ദു മരണമടയുകയുണ്ടായി. ചികിത്സയിലുള്ള മകൾക്ക് കൂട്ടിരിക്കാനെത്തിയപ്പോഴായിരുന്നു അപകടം. വിഷയത്തിൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് മന്ത്രിമാർ ഉൾപ്പെടെ ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. കല്ലമ്പലത്ത് 1.25 കിലോ MDMA-യുമായി യുവാക്കൾ പിടിയിൽ. വിദേശത്തു നിന്നും ബാഗേജിൽ കടത്തിക്കൊണ്ടുവന്ന ലഹരി മരുന്നാണ് സഞ്ജു, നന്ദു, ഉണ്ണികൃഷ്ണൻ, പ്രവീൺ എന്നിവരിൽ നിന്നും പിടികൂടിയത്. ഈന്തപ്പഴം കൊണ്ടുവന്ന ബാഗേജിലാണ് 1.25 കിലോ MDMA കണ്ടെത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഇവർ സഞ്ചരിച്ച കാർ പോലീസ് സംഘം കൈകാണിച്ചെങ്കിലും നിർത്താതെ പോയി. ഇവരെ പിന്തുടർന്ന് കാർ നിർത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് ബാഗേജിൽ MDMA കണ്ടെത്തിയത്. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മടങ്ങിയെത്തും. 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനമായിരുന്നു ഇത്. 8 ദിവസം നീണ്ട പര്യടനത്തിൽ ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. നമീബിയയിൽ പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇത്. 3 പതിറ്റാണ്ടിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് നമീബിയ സന്ദർശിക്കുന്നത്. ഇനി കായിക വാർത്തകൾ. കരുത്തരായ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിനെ തകർത്ത് ഫ്രഞ്ച് ക്ലബ് PSG ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. സെമി ഫൈനലിൽ ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡിനെ PSG തോൽപ്പിച്ചത്. മധ്യനിര താരം ഫാബിയൻ റൂയിസ് 2, ഒസ്മാൻ ഡെംബാലെ, ഗോൺസാലോ റോമസ് എന്നിവർ ഓരോ ഗോൾ വീതവും നേടി. ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ് ചെൽസിയാണ് PSG എതിരാളികൾ. ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനെ 5-0 നിലംപരിശാക്കി യുവേഫ ചാമ്പ്യൻസ് കിരീട നേട്ടത്തിന് പിന്നാലെയാണ് PSG ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ കടന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.47 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.